ബുദ്ധിശാലിയായ ആട്. പണ്ട് പണ്ട് പഞ്ചമിക്കാട്ടിൽ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹ നിറച്ച് ആടുകൾ താമസിച്ചിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ മാക്സ് സ്ഥലത്ത് ചെന്ന് വയറു നിറച്ച് പുല്ലുകൾ കഴിക്കുമായിരുന്നു അവർ. പുല്ലുകൾ കഴിച്ച് ആടുകളൊക്കെ തടിച്ച് കൊഴുത്ത് സുന്ദരന്മാരായി. ഒരു ദിവസം തന്റെ ഭാര്യയും അതുവഴി വന്നു. പുല്ല് തിന്നുന്ന ആടുകളെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. 2 ദിവസമായി അവർ വല്ലതും കഴിച്ചിട്ട്. ആ കുറുക്കൻ ആടുകളെ പിടിക്കാനായി ഒരുങ്ങി. കുറുക്കന്റെ ഭാര്യ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിൽക്കൂ, ആടുകളെ പിടിക്കാൻ തിരിച്ചുകൂട്ടാതെ നമ്മളിവിടെ എന്റെ തകർന്ന് ഓടിപ്പോകും. നമുക്ക് ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാം. ഏതെങ്കിലും ആട് വരുമ്പോൾ നമ്മൾക്കതിനെ പിടിച്ചു കഴിക്കാം. ആ ആശയം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആട് അതുവഴി വന്നു. കുറുക്കന്മാർ 2 പേരും ആടിലേക്ക് ചാടി വീണു. പാവമാരോടൊപ്പം സഹായം ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് മുതൽ എല്ലാ ദിവസവും കുറുക്കന്മാർ ആടുകളെ പിടിച്ചു തിന്നാനായി തുടങ്ങി. പതുക്കെ ആടുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒടുവിൽ ഒരേ ഒരു ആട് മാത്രം ബാക്കിയായി. ആ ആട് നല്ല ബുദ്ധിശാലിയായ ആടായിരുന്നു. തന്റെ കൂടെയുള്ളവരെ കുറുക്കന്മാരാണ് പിടിച്ചു തിന്നത് എന്ന് ആ ആടിന് മനസ്സിലായി. പിറ്റേ ദിവസം മാക്സ് സ്ഥലത്തേക്ക് പോകുന്നത് നിർത്തി. ഗുഹയുടെ അടുത്തുള്ള പുല്ലുകളൊക്കെ കഴിക്കാൻ തുടങ്ങി. മാക്സ് സ്ഥലത്ത് ആടുകളെ കാണാതിരുന്നപ്പോൾ വിചാരിച്ചു ആടുകളൊക്കെ തീർന്നെന്ന്. അങ്ങനെ അവർ ആ സ്ഥലം വിട്ട് മറ്റേ സ്ഥലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവർ കാഴ്ച കണ്ടത്. ഗുഹയുടെ അടുത്ത് സുന്ദരനായ പുല്ലുകൾ കഴിക്കുന്നത്. കുറുക്കന്മാരെ ആട് കണ്ടതും ഓടി ഗുഹയിലേക്ക് ഒളിച്ചു. കുറുക്കന്മാർ ആലോചിച്ചു, എപ്പോഴായി ആട് പുറത്തു വരിക, എങ്ങനെയായി ആടിനെ പിടിക്കുക എന്ന് ആലോചിച്ചു. അപ്പോഴാണ് കുറുക്കന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നാളെ ഗുഹയുടെ അടുത്ത് പോയി അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടുകാരനാക്കാം. കുറുക്കന് അത് ഇഷ്ടപ്പെട്ടു.